ഹലോ, വെൽക്കം കേട്ടോ. ഗുരുവായൂരിന്ന് നേരെ ഞങ്ങളൊരു വണ്ടി കയറി ഹയാത്തിന്റെ ഫ്രണ്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ഈ ലഗേജും തൂക്കി പിടിച്ച അഗതികളെ പോലാണ് ഞങ്ങൾ അവിടെ ചെന്ന് കയറിയത്. ഇവിടെ ഇങ്ങനെ എൻഗേജ്മെന്റിന് ചെല്ലുന്നത് ഞങ്ങൾ മാത്രമായിരിക്കും കേട്ടോ. ഈ ബാഗും തൂക്കി വരുന്നത് എന്റെ ഫ്രണ്ടാണ് കേട്ടോ. ഇവളും ഗുരുവായൂർ എൻ്റെ കൂടെ തൊഴുവാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എറണാകുളത്ത് ഇവളെ കൂടെ പോകണം. അതുകൊണ്ട് ഇവളെ ഞാൻ നിർബന്ധിച്ച് ഇവിടോട്ട് വിളിച്ചോണ്ട് വന്നതാ. ഇവളെ കല്യാണത്തിന് വിളിച്ചിട്ടില്ല. അപ്പൊ എന്നെ വിളിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ എന്നെയും വിളിച്ചിട്ടില്ല. ഇത് ആക്ച്വലി ചേട്ടന്റെ ഫ്രണ്ടിന്റെ മോളുടെ എൻഗേജ്മെന്റ്. ഇത് ചേട്ടന്റെ ഫ്രണ്ട് ആണോ എന്നറിയാൻ ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. ഞങ്ങൾക്കിതൊന്നും അറിയത്തില്ല. അല്ല, സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവരുടെ പേര് പോലും അറിയത്തില്ല. പിന്നെ ഞങ്ങളുടെ ആകെ ഞങ്ങളെ വിളിച്ചു എന്നുള്ള തെളിവ് അവരുടെ ആ ലെറ്ററിന്റെ ഒരു കോപ്പി മാത്രമാണ്. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ എനിക്ക് നാണക്കേടൊന്നുമില്ല. പിന്നെ ഈ കൂടെ വരുന്നവർക്ക് ഇച്ചിരി നാണക്കേടിന്റെ അസ്ഥിതി ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ലെറ്റർ എടുത്ത് വെച്ചേക്കുന്നതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ നേരെ കയറിയിട്ട് ഞങ്ങൾ ആദ്യം ചെയ്തത് വെൽക്കം ഡ്രിങ്ക് കുടിക്കുക എന്നുള്ളതാണ്. അത് ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ. ഇതുവരെ കണ്ടതിൽ നിന്ന് ഏറ്റവും നല്ലൊരു എൻഗേജ്മെന്റ് ആയിരിക്കും എന്ന് കരുതിയിട്ട് തന്നെയാണ് ഇതിന് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. ആ പ്രതീക്ഷ ഒന്നും തെറ്റിയില്ല. മ്യൂസിക് ബാൻഡും ഡാൻസും എല്ലാം അടങ്ങിയ നല്ല സൂപ്പർ ഒരു എൻഗേജ്മെന്റ് തന്നെയായിരുന്നു. ഞാനും എന്റെ ഫ്രണ്ടും കുറെ നാൾ കൂടി കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് സംസാരിച്ചിരിക്കാൻ ഒരു സ്ഥലവും കൂടിയായി. നല്ല അറ്റ്മോസ്ഫിയറിൽ നല്ല ആംബിയൻസിൽ കുറച്ചു നേരം സംസാരിക്കാൻ പറ്റി. സാധാരണ മുസ്ലിംസിന്റെ കല്യാണോ ഫംഗ്ഷനോ ഒക്കെ വന്നാൽ ഫുഡ് നേരത്തെ കിട്ടും എന്നുള്ള പ്രതീക്ഷ മാത്രം തെറ്റിച്ചു. ഇവിടെ വന്ന് ഫുഡ് അടിക്കാന്ന് പറഞ്ഞ് വയറും കാലിയാക്കി വന്ന ഞങ്ങൾക്ക് ക്ഷമ കെട്ടു കേട്ടോ. പിന്നെ ആ കെട്ട ക്ഷമയെ നേരെയാക്കാൻ വേണ്ടി പാത്രം എടുത്തോണ്ട് ഓടിപ്പോയി ഞങ്ങൾ ക്യൂ നിന്ന്. സത്യത്തിൽ ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടില്ലായിരുന്നു ഈ ഫോർക്ക് സ്പൂണും എന്തിനാ വെച്ചിരിക്കുന്നതെന്ന്. ആദ്യം ഞങ്ങൾ സംശയിച്ചു, ഇനി പൊറോട്ട ഇനി ഫോർക്കും വെച്ചാണോ ഈ നാട്ടുകാർ കഴിക്കുന്നത്? ചിലപ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഞങ്ങൾക്ക് എന്തായാലും അത് വേണ്ടായിരുന്നു. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നടന്ന് ഞങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം നമ്മൾ സ്വന്തമായിട്ട് വിളമ്പി തിന്നാം. എല്ലാം ടെസ്റ്റ് ചെയ്യാമല്ലോ എന്ന് കരുതി ഞങ്ങൾ എല്ലാത്തിൽ നിന്നും കുറേശ്ശെ വാങ്ങിച്ചിട്ടുണ്ട്. ചോറൊഴിച്ച് ചോറ് തിന്നാനായിട്ട് ഈ ഹയാത്ത് വരൊക്കെ വരേണ്ട കാര്യമില്ലല്ലോ. അവിയലും സാമ്പാറും ഒക്കെ ഏതാണ്ടൊക്കെ ഇട്ടിരിക്കുന്നത്. അതിനെ ഞാൻ എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് ഇനി പോരും. ചോറും ചക്കയും തിന്നോണ്ടിരുന്നവളാ. ഇപ്പൊ അവരുടെ പവർ കണ്ടില്ലേ എന്നായിരിക്കും ആ സാമ്പാർ വിചാരിക്കും. ഇനി എനിക്കൊന്നും അറിയാൻ പാടില്ലേ ദൈവമേ. എന്തൊക്കെയോ കറികൾ, എന്തൊക്കെയോ പേരുകൾ എല്ലാം വാങ്ങിച്ചതിനകത്ത് ഒരൊറ്റ ഒഴിച്ചിട്ടുണ്ട്. കാണാൻ ചന്തമുള്ളത് മാത്രമേ ഞാൻ മേടിച്ചൊഴിച്ചോളൂ. ചിലതൊന്നും ഒഴിച്ചില്ല. ആ വാങ്ങിച്ചതിലെ ചിലതിലെ ടേസ്റ്റ് ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടതുമില്ല. വിളിക്കാതെ വന്നതെന്നുള്ള ഒരു അഹങ്കാരം കാണിച്ചില്ലെന്ന് മാത്രമല്ല, അവർ വിളിക്കാത്തതിന്റെ ഒരു പരിഭവവും ഞങ്ങൾ ഭക്ഷണ കാര്യത്തിൽ കാണിച്ചിട്ടില്ല. എല്ലാം എടുത്ത് കഴിച്ചിട്ടുണ്ട്. പിന്നെ പറയാതിരിക്കാൻ വയ്യ, വിശന്ന് പണ്ടാരം അടങ്ങിയായിരുന്നല്ലോ. കാര്യം വെളുപ്പാൻ രാവിലെ 5 മണിക്ക് ഗുരുവായൂരിന്ന് ഭക്ഷണം കഴിച്ചാൽ ഞങ്ങളാ. അത് പിന്നെ വെളുപ്പാൻ രാവിലെ അവർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നെങ്കിലും എനിക്ക് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. അതുകൊണ്ട് അവരതും കൂടെ കുറച്ച് മേടിച്ച് കഴിച്ചത് കൊണ്ട് ഇത്രയും നേരം പിടിച്ചിരിക്കുക എന്നെ കൊണ്ട് പറ്റി. ഇതെല്ലാം കൂടെ വാരി കഴിച്ച് എരിഞ്ഞ് പണ്ടാരം അടങ്ങി നിൽക്കുമ്പോൾ മൂലയിൽ ദേവതയെ പോലെ കുറച്ച് സീഡ്സ് ഇരിക്കുന്നു. എന്തൊക്കെയോ സീഡ്സ്. പൊറോട്ടയിൽ പാലും വെള്ളം ഒഴിച്ചതാണോ എന്ന സംശയമുണ്ട് ആ സീഡ്സിന്റെ പേര്. ഓർമ്മയില്ല, മറന്നുപോയി. വേറെ എന്തോ ഒരു പേര് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയായിരുന്നു. ഇപ്പം എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞങ്ങളെ നിന്ന ക്യൂ തെറ്റിപ്പോയി. ഇപ്പുറത്തെ സൈഡിലായിരുന്നു വേറെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. സൂപ്പ്, തൈര് സാദം, കുറച്ച് സാലഡ്സ്, പിന്നെ സീഡ്സുകൾ, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ടായിരുന്നു. എല്ലാം ഞങ്ങൾ കുറച്ച് പിന്നെയും പോയി പ്ലേറ്റ് മാറ്റി വീണ്ടും പോയി എടുത്തോണ്ട് വന്നു കേട്ടോ. ഇത്രയും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിരുന്ന ഇതെല്ലാം പറക്കി തിന്നിട്ട് കഴിച്ചു കഴിഞ്ഞ് ഇത് എപ്പം വീട്ടിൽ പോകാനാണെന്ന് എനിക്കറിയാൻ വയ്യ. ഈ സീഡ്സും ഇതൊക്കെ പൊളിച്ച് തിന്നുമ്പോൾ തന്നെ ഒരു നേരം ആവുമല്ലോ. എന്തിനാണോ എന്തോ ഇതൊക്കെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ഞങ്ങളുടെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇരുന്ന് തിന്നാനുള്ള സമയമില്ല. കാര്യം ഇനി അടുത്ത ജില്ലയിലോട്ട് പോകാനുള്ളതാണല്ലോ. അങ്ങനെ എല്ലാ പരീക്ഷണങ്ങളും അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ എറണാകുളത്തോട്ട് യാത്ര തുടങ്ങി.